കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാ 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 ദൈവകൃപയാ. പേരു ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. പേരു ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. കൃപയാ 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 ദൈവകൃപയാ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാ 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 ദൈവകൃപയാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. മനുഷ്യരുടെ പരിധികൾക്കപ്പുറം ദൈവം പ്രവർത്തിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 6-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി തന്ന തൻ്റെ കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹിക്കാത്ത ആനുകൂല്യമാണ്. അപ്പോൾ തന്നെ ഇവിടെ പറയാണ്, കൃപ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ലഭിക്കുന്നതല്ല, അത് സൗജന്യമായി ലഭിക്കുന്നതാണ്. അവിടെ പറയണം, പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ, സൗജന്യമായി ലഭിച്ചതാണ് ദൈവത്തിൻ്റെ കൃപ. എന്താ അവിടെ പറയുന്ന? അവൻ നമുക്ക് സൗജന്യമായി നൽകിയ കൃപ, അത് മഹത്വമാണ്. കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം വന്ന് പ്രവർത്തിക്കുന്നതാണ് കൃപ എന്ന് പറയുന്നത്. നമ്മുടെ ബലം ക്ഷയിക്കുമ്പോൾ, നമുക്ക് ചെയ്യാൻ കഴിയാത്തപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, കൃപ അവിടെ പ്രവർത്തിക്കുന്നു. ദൈവ മഹത്വം ചില അത്ഭുതങ്ങളെ വിളിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ പറയണം, അവൻ പ്രിയനായവനിൽ സൗജന്യമായി. അപ്പോൾ കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്ത ആനുകൂല്യമാണ്, അപ്പോൾ തന്നെ സൗജന്യമായി ലഭിക്കുന്നു. തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി എന്ത് ചെയ്യാണ്? സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ കൃപ, പാപം പെരുകുന്നിടത്ത് ദൈവത്തിൻ്റെ കൃപ ഏറ്റവും വർദ്ധിക്കുന്നു. അപ്പോൾ ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണോ ദൈവകൃപ? അല്ല, ഇത് ദൈവത്തിൻ്റെ ഫേവറാണ്. കാര്യം എന്താ? ഇവിടെ പറയുകയാണ്, സ്നേഹത്തിൽ അത് നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. ഇത് ദൈവ സ്നേഹത്തിൻ്റെ അളവില്ലാത്തൊരു ശക്തിയാണ് കൃപ എന്ന് നാം മറന്നു പോകരുത്. നമുക്കിത് സൗജന്യമായി നൽകിയിരിക്കുകയാണ്. തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല, പകരം ദൈവത്തിന് എന്നോടുള്ള ഫേവർ, ദൈവത്തിന് എന്നോടുള്ള കരുണ. ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എന്നെ തേടി വന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ ഫേവറാണ്. റോമർക്ക് എഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായം 15-ാമത്തെ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അവിടെ പറയുകയാണ്,
റോമർ 3:24 വായിക്കും. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വിശ്വാസം മൂലം സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെട്ടത്. നാം പാപികളായിരുന്നപ്പോൾ നമ്മളെ നീതീകരിച്ചത്. ഇവിടെ പറയാണ് അതിൻ്റെ 22 മുതൽ, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വിശ്വാസത്താൽ ആ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നാം നീതീകരിക്കപ്പെട്ടു. സൗജന്യമായി. ഇതാണ് കൃപ. സൗജന്യമായി. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നാം നീതീകരിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ സൗജന്യമായി യേശു ക്രിസ്തുവിലൂടെ നമ്മെ നീതീകരിച്ചതാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:13 ഇങ്ങനെ പറയുകയാണ്, നാം ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ്. ഇതൊക്കെ എങ്ങനെ ലഭിച്ചു? സൗജന്യമായി. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശു ക്രിസ്തുവിനെ ലഭിച്ചതും കൃപയാലാണ്. യേശു ക്രിസ്തു തന്നെ കൃപയാണ്. അതാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നെങ്കിൽ, യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചെങ്കിൽ, സൗജന്യമായി ഈ കൃപയിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയാണ്, 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പറയാണ്, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ഈ കൃപയിലേക്ക് എങ്ങനെ നമ്മൾ പ്രവേശിച്ചത്? നമ്മൾ ജനിച്ച കുടുംബത്തിൽ ജനിച്ചതിൻ്റെ മഹിമ കൊണ്ടാണോ? നമ്മൾ നല്ലവരായി തീർന്നുകൊണ്ട്? അല്ല. നമ്മെ സ്നേഹിച്ച ഒരു മഹാസ്നേഹം ഇതിൻ്റെ പിന്നിലുണ്ട്. ബൈബിൾ ഉടനീളം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം ദൈവസ്നേഹമാണ്. ആ ദൈവത്തിൻ്റെ മഹാസ്നേഹം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും, എന്നിട്ട് പറയണേ, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലാണ്. നെഞ്ചത്ത് കൈവച്ച് പറയണം, കൃപയാലാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്, കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, തൻ്റെ കൃപയുടെ അത്യന്തതരത്തെ, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുന്നു. ഇതൊന്നും നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, കൃപയാലത്രേ. കൃപയാൽ നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ നിലനിൽക്കുന്നെന്ന് പറയുന്നത്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യങ്ങളും നീട്ടി കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, അവിടുത്തെ കൃപ മതി. കൃപയാലാണ് ഞാൻ ഇന്ന് നിലനിൽക്കുന്നത്. എൻ്റെ പ്രവൃത്തിയാലല്ല, ഞാൻ നല്ല ആയതുകൊണ്ടല്ല. എൻ്റെ അവിടുത്തെ കൃപ എനിക്ക് വേണം. സൗജന്യമായി നൽകിയ കൃപ, ആ കൃപാ മഹത്വം എന്നിലൂടെ വെളിപ്പെടണം എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. യെസ്, പ്രിയവനായാലും നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മെ സ്നേഹത്തിൽ മുൻനിയമിച്ചിരിക്കുകയാണ്. ഏത് സ്നേഹം? ആ മഹാസ്നേഹം, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്താൽ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. നീ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, അപ്രിയനായവനിൽ സൗജന്യമായി നൽകിയ തൻ്റെ കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ മുൻനിയമിക്കപ്പെട്ടവരാണല്ലോ ഈ വചനം കേൾക്കുന്നത്. കർത്താവ്, ഇവരുടെ ജീവിതത്തിൽ കൃപ ലഭിച്ചത് അത് പാപം ചെയ്യാനുള്ള ലൈസൻസായി ഉപയോഗിക്കാതെ, കൃപ എന്നുള്ളത് ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹമെന്ന് മനസ്സിലാക്കി, ആ മഹാസ്നേഹം തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ ഫേവറാണ് തിരിച്ചറിഞ്ഞ്, ഇത് സൗജന്യമാണെന്ന് തിരിച്ചറിഞ്ഞ്
ആ കൃപയുടെ മഹത്വം ഞങ്ങളിലൂടെ അത്യന്ത ധനത്തെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ 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 ദൈവകൃപയാൽ പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാൽ വലിയവനാക്കിയതും ദൈവകൃപയാൽ പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാൽ വലിയവനാക്കിയതും ദൈവകൃപയാൽ കൃപയാൽ 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 ദൈവകൃപയാൽ കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ.